ഇന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക. അപ്പം നമ്മുടെ തൃക്കാർത്തിക ഒരുക്കങ്ങൾ കണ്ടാലോ? ഇവിടെ തൃക്കാർത്തികയ്ക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ചവിച്ച് കഴിക്കും. ഇതിപ്പോൾ ചീനിക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ടെറസിൻ്റെ മുകളിലത്രയും മെഴുകിരി കത്തിക്കാനായിട്ട് കയറി. എല്ലായിടത്തും കൂടെ ഇടിഞ്ഞിൽ കത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുകളിൽ മെഴുകി തിരിയും, താഴെ നമ്മൾ ഇടിഞ്ഞിലാണ് സെറ്റാക്കുന്നത്. അങ്ങനെ മെഴുകിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത താഴെ വീട്ടിലത്തേക്ക് കത്തിക്കാനുള്ള തിരിയും എണ്ണയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് നമ്മൾ ആദ്യം വിളക്ക് കത്തിക്കും. ഇനിയാണ് നമ്മുടെ അങ്ങോട്ടുള്ള പരിപാടി. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു പന്തം റെഡിയാക്കി വെച്ചിരിക്കും. ആ പന്തം വിളക്കിൽ നിന്ന് തന്നെ കത്തിച്ച് നമ്മളുടെ വീടിന് ചുറ്റും ഇങ്ങനെ വലത് വയ്ക്കുമ്പോൾ ഒരു സംഭവം പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഇടിഞ്ഞിലേക്ക് നമ്മൾ ഈ ദീപം കത്തിച്ചു കൊടുക്കും. ഇത് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി വരും. നല്ല രസം. എല്ലാവരും വീട്ടുകാരെല്ലാവരും ഒത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ കത്തിച്ച് ഒരുക്കിയെടുക്കും. ഇതാ കത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട് ഈ ഒരു ലുക്കിലൊക്കെ വരും കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തെല്ലാവരും കത്തിക്കുന്ന ഒരു ബഹളത്തിലാണ് ഈ സന്ധ്യാസമയത്ത്. പിന്നെ എൻ്റെ വക കുറച്ച് ഷോ ആയി. വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ തൃക്കാർത്തികയാണ്. അവൾ ഈ ലൈറ്റും എല്ലാം ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഈ ദീപം കത്തിച്ചേക്ക് അവിടെ ഇരിക്കട്ടെ. ഇതിനെക്കാട്ടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ അമ്പിളി അമ്മാവൻ നല്ല തിളങ്ങി നിൽപ്പുണ്ട്. കാരണം ഇന്ന് പൗർണമി കൂടെയാണ്. അപ്പോൾ നമ്മുടെ തൃക്കാർത്തിക ഒരുക്കങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.